നമസ്കാരം. ഭവന വായ്പ എടുത്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെപ്പോ റേറ്റ് കുറച്ചിരിക്കുന്നു. ഇതുമൂലം ഭവന വായ്പ എടുത്തവർക്കും അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നവർക്കും അതുകൂടാതെ മറ്റു പല വായ്പകൾക്കും ഇത് ബാധകമാണ്. നിങ്ങളുടെ പലിശ നിരക്ക് കുറയും, അതുപോലെ തന്നെ പ്രതിമാസം അടയ്ക്കേണ്ട EMI കുറയും. Which is widely expected. The policy repo rate under the liquidity adjustment facility by 50 basis points to 5.5%. I repeat, the reduction recommended by the MPC is for 50 basis points to 5.5%. This is with immediate effect. Consequently, the standing deposit facility rate, which is the STF rate, shall stand adjusted to 5.25%. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിന് ശേഷം റെപ്പോ റേറ്റ് കുറയുമെന്ന് സൂചന ഉണ്ടായിരുന്നെങ്കിലും വളരെ കൂടിയ രീതിയിലാണ്, വളരെ കൂടിയ നിരക്കിൽ തന്നെയാണ് റെപ്പോ റേറ്റ് കുറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു ഗുണം എന്ന് പറയുന്നത്, ഭവന വായ്പയുടെ പലിശ നിരക്ക് വളരെ ഗണ്യമായി തന്നെ കുറയാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രതിമാസം അടയ്ക്കേണ്ട EMI കുറയാൻ പോവുകയാണ്. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഫ്രഷ് ഹോം ലോൺസ്, അതായത് പുതുതായി ഭവന വായ്പ എടുക്കാൻ പോകുന്നവരെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെയുമാണ് ഇത് പ്രധാനമായും ബാധിക്കാൻ പോകുന്നത്. 50 ബേസിസ് പോയിന്റ്സ്, അതായത് 50 BPS റെപ്പോ റേറ്റ് ആണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. ഈ 50 BPS എന്ന് പറയുന്നത് 5.5% എന്ന രീതിയിലായിരിക്കും വരുന്നത്. ഈ RBIയുടെ റെപ്പോ റേറ്റ് കുറഞ്ഞ ഈ ഒരു അവസ്ഥ ബാങ്കുകളിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത് ആ ബാങ്കുകളിലേക്ക് ഇത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോണിന്റെ പലിശ നിരക്കിൽ മാറ്റം വരും. അതുമൂലം EMI കുറവ് വരാം. ഉദാഹരണത്തിന് 20 വർഷത്തേക്ക് 50 ലക്ഷം രൂപയാണ് ഭവന വായ്പ എടുത്തത് എന്നിരിക്കട്ടെ. പുതിയ റെപ്പോ റേറ്റ് പ്രകാരം പ്രതിമാസ EMI 2000 രൂപ വരെ കുറവ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പുതിയ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് അവർക്ക് ലഭിക്കുന്ന പലിശ നിരക്കിൽ കുറവ് വരാൻ സാധ്യതയുമുണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇനി ഇത് എങ്ങനെയാണ് പ്രതിമാസ ഹോം ലോൺ EMI ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 50 വർഷത്തേക്ക് 20 ലക്ഷമാണ് ലോൺ എടുത്തതെങ്കിൽ ഏകദേശം പ്രതിമാസം 2000-ഓളം അല്ലെങ്കിൽ 2000-ഓട് അടുത്ത ഒരു തുക നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ EMI കുറവ് വരാൻ സാധ്യതയുണ്ട്. അതായത് പൂർണ്ണമായും ലോൺ അടച്ച് തീരുമ്പോഴേക്കും ഏകദേശം 4.7 ലക്ഷം രൂപയുടെ ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഒരു കുറവ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത ഇവിടെ ഉണ്ട്. 20 വർഷത്തേക്ക് 30 ലക്ഷമാണ് ലോൺ എടുത്തതെങ്കിൽ ഏകദേശം 1176 രൂപയുടെ കുറവായിരിക്കും പ്രതിമാസ EMI ഉണ്ടാവുക. സോ ഇവിടെ ലോൺ എടുത്ത ആളുകൾക്കുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്ന തുക തന്നെ തുടർന്നും അടക്കാം, പക്ഷേ നിങ്ങളുടെ ടെന്യൂർ കുറഞ്ഞു കിട്ടും. അതല്ല, കുറഞ്ഞ EMI അടച്ചു കഴിഞ്ഞാൽ ടെന്യൂർ സെയിം ആയിരിക്കും. ഈ പറഞ്ഞതുപോലെ ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ലാഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ നല്ലൊരു തുക ലാഭിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു തുക നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. സോ ഈ റെപ്പോ റേറ്റ് കുറഞ്ഞതോടുകൂടി ഹോം ലോൺ എടുത്തവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. സോ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഇതൊരു നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത്. കാരണം ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് ഇനി കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇനി എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് നമുക്ക് നോക്കാം. ബാങ്കുകൾ നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കുകളിൽ കരുതൽ ധനമായി സൂക്ഷിക്കണം. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ഇത് സെൻട്രൽ ബാങ്കിനെ സഹായിക്കുന്നു. RBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ബാങ്കുകൾ പണവിതരണം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുകയാണോ? അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ കഷ്ടപ്പെടുന്നുണ്ടോ? കോൺഫിഡന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സക്സീഡ് ആവാൻ എന്താണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്നുള്ള ഒരു അന്വേഷണത്തിലാണോ നിങ്ങൾ? എങ്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് സീബ്ര ലൈനിന്റെ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് മാസ്റ്റർ മൈൻഡ് എന്ന എക്സ്പേർട്ട് ഗൈഡ്. സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗിന്റെ A to Z കാര്യങ്ങൾ നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിപ്പിക്കാൻ ഈ പുസ്തകത്തിന് സാധിക്കും. ഒരു ആക്ഷനബിൾ ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു എക്സ്പേർട്ടിനെ പോലെ എങ്ങനെയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഈ ബുക്കിലൂടെ മനസ്സിലാക്കാം. ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നീ കാര്യങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിലൂടെ ആനുവൽ റിപ്പോർട്ടും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള അറിവുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം കൃത്യമായ സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്നും ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. കോമ്പറ്റീഷൻ, മാർക്കറ്റ് സൈസ്, പോർട്ടേഴ്സ് ഫോഴ്സസ് എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഇൻഡസ്ട്രി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ പരിഗണിക്കുന്ന ഏത് സ്റ്റോക്കിന്റെയും പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ പുസ്തകം വായിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ നിന്നും മനസ്സിലാക്കാം. എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ കറന്റ് ട്രെൻഡ് എന്തൊക്കെയാണ്, അതിന്റെ ഇമോഷൻ ആൻഡ് മാർക്കറ്റ് സെന്റിമെന്റ്സ് എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഇൻവെസ്റ്റിംഗ് മാസ്റ്റർ മൈൻഡ് എന്ന ഈ ഒരു എക്സ്പേർട്ട് ഗൈഡ് നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്.
ബോസ് 20 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ടിൽ ഈ പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാം. സോ RBI റെപ്പോ റേറ്റ് കുറച്ചതോടുകൂടി ഭവന വായ്പ EMI-ലും അതുപോലെ തന്നെ പലിശ നിരക്കിലും വളരെ മികച്ച ഒരു കുറവ് തന്നെയാണ് വരാൻ പോകുന്നത്. ലോൺ എടുത്തവർക്കും അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് RBI ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ഇന്ന് തന്നെ ബോസ് വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം. Boss Wala. Be the boss.